നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അഞ്ജലി, അതിനൊരു ആപ്ലിക്കേഷൻ തന്നാൽ മതി. അത്രയെങ്കിലും ആവുമല്ലോ. താങ്ക് യു സർ. പാവംകുട്ടി. എന്തായി അഞ്ജലി, കാര്യമെല്ലാം നടക്കുവോ? ഇല്ല, അത്രയും വലിയൊരു എമൗണ്ട് തരാൻ പറ്റില്ലെന്നാ സാർ പറയുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും അഞ്ജലി? നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാരും കൂടി വിചാരിച്ചാലും ഇത്രയും ഫണ്ട് റീസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മത്തായിയോടൊന്ന് ചോദിച്ചാലോ? എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അങ്ങനെ സംഘടിപ്പിച്ചാൽ തന്നെ എത്ര രൂപ സംഘടിപ്പിക്കാനാ? എന്തായാലും എന്നെ സഹായിക്കാൻ നീ ഒരു മനസ്സ് കാണിച്ചല്ലോ, അത് തന്നെ ധാരാളം. ഞാൻ മറ്റേതെങ്കിലും വഴിയിലൂടെ പണം കണ്ടെത്തിക്കൊള്ളാം. ഇതാരാ? ഏട്ടനോ? ഏട്ടൻ എനിക്ക് ഇരിക്കടാ. നീ ചാർജ് എടുത്ത ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ മോനെ. എങ്ങനെയുണ്ട് ഓഫീസൊക്കെ? വല്യച്ഛന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായിട്ട് പോകുന്ന ഏട്ടാ. എന്തായാലും ഏട്ടൻ ഓഫീസിലേക്ക് വന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്തായാലും നമ്മുടെ കമ്പനിയിൽ തന്നെ നീ ജോലിക്ക് കയറിയത് നല്ല കാര്യമാണ്. അച്ഛന്റെ ബലം കൈയായി കുടുംബത്തിൽ തന്നെ ഒരാളുണ്ടായല്ലോ. സത്യം പറഞ്ഞ എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ ഓഫീസ് മൂഡിലൊന്നും അടച്ചുപൂട്ടി ഇരിക്കാൻ പറ്റില്ല മോനെ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുക. അച്ഛന്റെ പിൻഗാമി നീ തന്നെയാ. ഏട്ടാ, ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് വേറൊരു കാര്യമാ. നല്ല ക്ഷമയും സഹനശക്തിയും വേണ്ട ഒരു കാര്യമാ. നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കൊന്നും ആ സിസ്റ്റത്തിലേക്ക് വരാൻ ചിലപ്പോ പറ്റിയെന്ന് വരില്ല. എന്തായാലും ഏട്ടൻ ഓഫീസിലേക്ക് വന്നതല്ലേ, നമുക്ക് മറ്റ് സ്റ്റാഫുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. കൂട്ടത്തില് വലിയച്ഛനും കാണാം. വേണ്ട വേണ്ട വേണ്ട, മോരിക്കും മോരിക്കും ഇരിക്കും. അച്ഛൻ എന്നെ ഇവിടെ കണ്ടാലേ അപ്പ തുടങ്ങും പഴംപുരാണം. സത്യത്തിൽ നീ ഇരിക്കുന്ന ഈ കസേരയിൽ ഞാനിരുന്ന് കാണണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ബിസിനസ്സും കണക്കും ഓഫീസ് അഡ്മിനിസ്ട്രേഷനൊന്നും എന്റെ തലയിൽ കയറൂല. അങ്ങനെ ഞാനായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ചാടാ ഈ പദവി. അറിയാം ഏട്ടാ, എനിക്കെല്ലാം അറിയാം. എടാ, ഞാൻ ഈ പദവിയിൽ വന്നില്ലെങ്കിലും എന്നെക്കാൾ യോഗ്യനായ ഒരാളെ ഈ കസേരയിൽ പിടിച്ചിരുത്താൻ പറ്റി എന്ന് അച്ഛനെ അഭിമാനിക്കാം. അന്നത്തെ അറ്റാക്കിന് ശേഷം അച്ഛന് തീരെ വയ്യ മോനെ. കമ്പനിയും ഓഫീസും ഒക്കെ ആര് നോക്കി നടത്തും എന്നൊരു പേടി കുറച്ച് കാലമായിട്ട് അച്ഛൻ അലട്ടുന്നുണ്ട്. അതിനുള്ള ഉത്തരവാണ് മോനെ നീ. ഏട്ടൻ വിചാരിക്കും പോലെ വലിയച്ഛനൊന്നും സംഭവിക്കില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം വലിയച്ഛന് വലിയ സ്ട്രെസ്സും സ്ട്രെയിനും കൊടുക്കാതെ നോക്കിക്കോളാം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോനെ. ശരി. എടാ, പിന്നെ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അറിയാലോ, നിന്റെ ഏടത്തിയമ്മ അവളൊരു വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. എന്ത് പ്രശ്നം ഏട്ടാ? എടാ, ഞങ്ങളുടെ കല്യാണം നടന്ന കഥയൊക്കെ നിനക്കറിയാലോ. അന്നത് നടത്തിയത് അവളുടെ അമ്മാവൻ ജഗന്നാഥനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ സുജിത്തായിരുന്നല്ലോ അഞ്ജലിയുടെ കഴുത്തില് താലി കെട്ടാനിരുന്നത്. അത് നടന്നില്ല. പകരം ഞാനാ അഞ്ജലിയുടെ കഴുത്തില് താലി കെട്ടിയതേ. അതേട്ടന്റെ ഭാഗ്യോട്ട് കരുതിയാ മതി. അത്രയ്ക്ക് നല്ല ആളാ ഏടത്തിയമ്മ. അതേ മോനെ. എടാ, അത്രയ്ക്ക് നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന അവൾക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോ എനിക്ക് സഹിക്കാനായില്ല. ഏട്ടത്തിക്ക് എന്താ പറ്റിയെന്ന് ഏട്ടൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആ കല്യാണം മുടങ്ങിപ്പോയതിന്റെ പേരില് അവളുടെ അമ്മാവൻ ജഗന്നാഥൻ അതിന് ചിലവായി 25 ലക്ഷം രൂപ നമ്മുടെ അഞ്ജലിയോട് ചോദിച്ചോണ്ടിരിക്കുകയല്ലേ. അല്ല മോനെ, കഴിഞ്ഞ ദിവസം അയാൾ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതൊക്കെ നീ കണ്ടതല്ലേ. ആ കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അഞ്ജലിക്കെതിരെ അയാൾ കേസ് കൊടുക്കണം. അത് മാത്രമല്ല, അതിന്റെ പേരില് അഞ്ജലിയുടെ മുത്തശ്ശി അയാൾ നന്നായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നമ്മളിപ്പോ എന്താ ചെയ്യേട്ടാ? ഇതിപ്പോ കടം തീർക്കാൻ വേണ്ടി അഞ്ജലിയെ സഹായിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.
ഏട്ടാ ഇത്രയും വലിയൊരു തുക അയ്യോ എടാ മോനെ, നീ കാശ് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. കാശിന്റെ ഏർപ്പാടൊക്കെ ഞാനും അഞ്ജലിയും കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫണ്ട് വരാനായിട്ട് ഏകദേശം 2-3 ദിവസം എടുക്കും. ആ സമയത്തേക്ക് ഇത്രയും തുക നമ്മുടെ ഓഫീസ് അക്കൗണ്ടിൽ നിന്ന് മാധവനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും? അല്ല മോനെ, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഏട്ടാ അത് പിന്നെ ഞാൻ വല്ലിച്ചനോടൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? അച്ഛനോട് ചോദിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ. എനിക്ക് വീട്ടിൽ വെച്ച് തന്നെ ചോദിച്ചാ പോരെ. അഞ്ജലിയുടെ കാര്യമായതുകൊണ്ട് തന്നെ അച്ഛൻ കാശ് തരില്ല. അച്ഛൻ അവളെ ഇതുവരെ നമ്മുടെ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല, നിനക്കറിയാലോ. അതെനിക്കറിയാം ഏട്ടാ. അതിന്റെ പേരിൽ ഏടത്തിക്ക് നല്ല സങ്കടമുണ്ട്. എടാ, അതുകൊണ്ട് നീ നിന്റെ ഏടത്തി ഒന്ന് സഹായിക്കണം. എടാ, നീ ഈ പദവിയിൽ എത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും നിന്നെ സഹായിക്കുകയൊക്കെ ചെയ്തത് അവളല്ലേ. അപ്പൊ പിന്നെ അവൾക്ക് ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ എടാ അഞ്ജലി സഹായിക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വം അല്ലടാ മോനെ. എടാ, ഇതിലിത്ര ആലോചിക്കാനൊന്നുമില്ല. ഏറിയാൽ 2 ദിവസം മോനെ, അതിനുള്ളിൽ ആ പണം കമ്പനി അക്കൗണ്ടിൽ ഞാൻ അടച്ചിരിക്കും, ഉറപ്പ്. എടാ മോനെ, നിനക്കെന്നെ വിശ്വാസം ഇല്ലടാ. ഏട്ടത്തിയമ്മയുടെ കാര്യമായതുകൊണ്ട് എനിക്ക് നോ പറയാൻ പറ്റില്ല. ഞാൻ കാശ് തരാം. പക്ഷേ ഒറ്റ കണ്ടീഷൻ, 2 ദിവസം കൊണ്ട് തന്നെ അത് കമ്പനി അക്കൗണ്ടിൽ തിരിച്ചടയ്ക്കണം. എടാ, അത് ഞാൻ ഏറ്റു, അത് ഞാൻ നോക്കിക്കോളാം. താങ്ക് യുടാ മോനെ, താങ്ക് യു സോ മച്ച്. എന്നാ പിന്നെ നീ ഇരിക്കെ, നിന്റെ ജോലി എടുക്കട്ടെ. ജോലി എടുക്ക. ശരി. മാധവേ, എടാ ഇക്കാര്യം തൽക്കാലം അഞ്ജലി അറിയണ്ട. അറിയാലോ, നിന്റെ ഇടത്തി ഭയങ്കര ദുരഭിമാനിയാ. ശരി ഏട്ടാ, ഓക്കെ. മാധവന്റെ കാര്യം പൊളിക്കാൻ ഇത് തന്നെയാണ് പറ്റിയ സമയം. ഹലോ, ഇപ്പൊ കേക്കാമോ? ഇവിടെ റേഞ്ച് അല്പം കുറവാണേ, ഞാൻ പുറത്തേക്കാ. പറഞ്ഞോ. അതെ, കുറച്ച് ഫണ്ട് റിലീസ് ചെയ്യുന്ന ടെൻഷനിലായിരുന്നേ. അഞ്ജലിയുടെ അമ്മാവനൊരു 25 lakhs കൊടുക്കാനുണ്ടായിരുന്നു. പല സ്ഥലത്തും അന്വേഷിച്ചു, പക്ഷേ കാശ് എവിടെ നിന്നും കിട്ടിയില്ല. പിന്നെ അച്ഛന്റെ ഓഫീസിൽ നിന്ന് ഇത്തിരി കാശങ്ങ് മറിച്ചു. അല്ല, അവിടെ ഇപ്പോ അച്ഛന് പകരം ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നത് എന്റെ അനിയൻ മാധവാണല്ലോ. അവനോട് പറഞ്ഞ് അച്ഛൻ അറിയാതെ ഒരു 25 lakhs തൽക്കാലത്തേക്ക് ഞാൻ മറിച്ചു. ഈ അഞ്ജലിയുടെ കടം തീർക്കാൻ ഇതല്ലാതെ മറ്റു വഴിയൊന്നും ഇല്ലായിരുന്നു. ഇല്ലില്ല, അച്ഛൻ അറിഞ്ഞിട്ടില്ല. ഇത് മാധവും അഞ്ജലിയും തമ്മിലുള്ള ഏർപ്പാടാ. തിരിച്ചു കൊടുക്കാൻ ഏതാണ്ട് 1 മാസം സമയം കിട്ടും. കമ്പനി ഓഡിറ്റ് വരുന്നതിന് മുമ്പ് തിരിച്ചടച്ചാൽ മതിയെന്ന മാധവ് അഞ്ജലിയോട് പറഞ്ഞത്. മാധവിന് അഞ്ജലിയോട് വലിയ സ്നേഹമാണെന്നേ, തിരിച്ചവൾക്ക് അനിയനോടും. ആ സഹോദര സ്നേഹത്തിന്റെ പുറത്താ മാധവ് അഞ്ജലിക്ക് ഇത്രയും വലിയ തുക സഹായം ചെയ്തു കൊടുക്കുന്നത്.